വിജ്ഞാനം എന്ന് പറയുന്നത് മൂന്നെണ്ണമാണ്. അറിവിനെക്കുറിച്ചും അറിവിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഇനിയും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഇമാം മാലിക് എന്നവര് മഹാനവറുകളോട് ഒരു ചോദ്യം ചോദിക്കപ്പെട്ടു. ഇമാമു ദാരിൽ ഹിജ്റ, മഹാനായ അൽ മുഹദ്ദിസുർ റബ്ബാനി, മാലിക്കി മദ്ഹബിൻ്റെ ഇമാം, സ്വാഹിബുൽ മുഅത്ത, അവരോട് ചോദിക്കപ്പെട്ടത്, തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട ഒരാൾ അടുത്ത മണിക്കൂറിൽ, അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഈ മനുഷ്യൻ തൂക്കിലേറ്റപ്പെടുമെങ്കിൽ, അയാൾ അത്തരമൊരു കുറ്റം ചെയ്ത ആളാണെന്നിരിക്കട്ടെ, ആ മനുഷ്യന് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ അവസരമുണ്ടെങ്കിൽ അയാൾ എന്ത് നന്മയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഇമാം മാലിക് എന്നവർ കൊടുത്ത മറുപടി, ഫല്യതഅല്ലമിൽ ഇൽം, അയാൾ ഇൽമ് പഠിക്കണം. ഒരു ഹദീസോ ഒരു ദിക്റോ ഒരു ഖുർആന്റെ തഫ്സീറോ ഒരു ഹദീസിന്റെ വ്യാഖ്യാനമോ ഒരു അഥറോ ഒരു ഇൽമ് അയാൾ പഠിക്കട്ടെ. അപ്പൊ അവര് പറഞ്ഞു, ഇമാം അവറുകളെ, ആ ഇൽമ പഠിച്ചിട്ടെന്താ, അടുത്ത നിമിഷം ഇയാൾ കൊല്ലപ്പെടുകയാണ്. ആ ഇൽമ കൊണ്ട് അമല് ചെയ്യാനുള്ള സമയം ഇയാൾക്ക് ലഭിക്കില്ലല്ലോ, പിന്നെന്തിനാ പഠിച്ചതിന്റെ കാര്യം? മഹാൻ പറഞ്ഞു, ഇൽമെന്ന് പറയുന്നത് തന്നെ ഇബാദത്തല്ലയോ? ഇൽമ പഠിക്കുന്നത് തന്നെ ഒരു ഇബാദത്തല്ലേ? അത് മതി, അതേ അയാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കർമ്മമെന്ന് മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. അല്ലാഹു ഇൽമിന്റെ അഹ്ലുകാരായി അല്ലാഹു നമ്മളെ മാറ്റിത്തരട്ടെ. അൽ ഇൽമു സലാസ, വിജ്ഞാനം എന്നത് മൂന്നെണ്ണമാണ്. ആയത്തുൻ മുഹ്കമ, ഒന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളാണ്. വസുന്നത്തുൻ മുത്തബഅ, പുണ്യനിബിതങ്ങളുടെ സുന്നത്താണ്. പിന്നെ പറഞ്ഞത് വഫരീളത്തുൻ ആദില, അല്ലാഹുവിന്റെ ദീനിന്റെ ഫരീളത്തുകളാണ്. ഈ മൂന്നെണ്ണമാണ് ഇൽമിന്റെ ആധാരശില എന്ന് പറയുന്നത്. അതിന്റെ മുഖമ്മിലാത്തുകൾ, അതിന്റെ അസ്ബാബുകൾ, അതിലേക്ക് ചേർത്ത് തരുന്ന അറിവുകൾ, അതൊക്കെ മാലാ യതിമ്മുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. ആ രീതിയിൽ മറ്റു ഇൽമുകളും അതിന്റെ ഭാഗമായി നിർബന്ധമായ അറിവുകളായി മാറുകയാണ്. അതുകൊണ്ട് വിജ്ഞാനം ജോലി കിട്ടാൻ വേണ്ടി എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു കാലത്ത്, പഠിക്കുന്നത് എന്തിനാ പഠിക്കുന്ന? ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്താൽ പോരെ? ആർട്സ് ആൻഡ് സയൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന കോളേജുകളൊക്കെ ഇന്ന് പൂട്ടേണ്ട ഒരവസ്ഥയിലേക്ക് മാറുന്നുവോ എന്ന് പേടിക്കുകയാണ്. എന്തേ? പ്രൊഫഷണൽ കോഴ്സുകളിലേക്കാണ് കുട്ടികൾ പോകുന്നത്. അറിവിന് വേണ്ടി, ജ്ഞാനത്തിന് വേണ്ടി എന്ന ഒരു തലത്തിൽ നിന്ന് മാറി വിജ്ഞാനം പൈസയുണ്ടാക്കാൻ വേണ്ടി എന്നൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇഖ്റഇന്റെ ആളുകളാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. മനുഷ്യനെ മനുഷ്യനാക്കി അള്ളാഹു സൃഷ്ടിച്ചതിലെ ഏറ്റവും വലിയ കൗതുകം മനുഷ്യൻ അള്ളാഹു നൽകുന്ന അറിവാണ്, ജ്ഞാനമാണ്. ഇൽമെന്നത് ഇവിടെ ഉസ്താദുമാർ സൂചിപ്പിച്ച പോലെ ലദുന്നിയായിട്ട് അള്ളാഹു നൽകുന്ന അറിവുകളുണ്ട്, പഠനങ്ങളിലൂടെ കിട്ടുന്നതുണ്ട്, ഒരു ഗുരുമുഖത്ത് നിന്ന് ലഭിക്കുന്നതുണ്ട്, അനുഭവങ്ങളിലൂടെ ലഭിക്കുന്നതുണ്ട്, ഇൽഹാമുകളായി ലഭിക്കുന്നതുണ്ട്. ഏതൊരറിവ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സബ്ജക്ട് ഓഫ് ഡിസ്കഷൻ, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ചർച്ച ചെയ്യാൻ അർഹതയുള്ള വിഷയം അല്ലാഹു ജല്ല ജലാലുവാണ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. ഈ പ്രപഞ്ചം ആരുണ്ടാക്കി എന്ന ചോദ്യം, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, പ്രപഞ്ചം ആരാണ് പടച്ചത് എന്ന ചോദ്യം. മാ അഷ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ് വലാ ഖൽഖ അൻഫുസിഹിം വമാ കുൻതു മുത്തഖിദൽ മുദല്ലീന അദുദാ. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ അള്ളാഹു ആഹ്വാനം ചെയ്യുന്ന ഓരോ ആയത്തും നമ്മുടെ ഈമാനിനെ ശരിക്കും ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്വഹാബികളിൽ എത്ര ആലിമീങ്ങൾ ഉണ്ടായിരുന്നു എന്ന ചോദ്യം ഇമാം നസായി തങ്ങൾ ഒരു ബാബ് തന്നെ അൽ ഉലമാഉ മിനസ് സ്വഹാബ, സ്വഹാബികളിൽ എത്ര ആലിമീങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സ്വഹാബികളിലെ ആലിമീങ്ങൾ 18 പേരായിരുന്നു. അല്ലാമ ഇബ്നു ഹസ്ം തങ്ങൾ മാത്രം ഒന്നുകൂടെ എണ്ണം കൂട്ടി 21 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വഹാബികളിലെ ആലിമീങ്ങൾ 21 പേർ. സ്വഹാബികളുടെ എണ്ണം പുണ്യനബി തങ്ങളുടെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്ത സ്വഹാബിമാർ മാത്രം 1,24,000. ഹജ്ജിന് വന്നവർ ഹജ്ജത്തുൽ വിദായിൽ, അല്ലാത്ത സ്വഹാബിമാർ വേറെയും. ഈ സ്വഹാബിമാര് 1,24,000. ഇനി ഒരു 2 ലക്ഷം എന്ന് കൂട്ടിക്കോളൂ. അത്രയും സ്വഹാബിമാരുണ്ടെങ്കിൽ അവരിൽ ആലിം എന്ന് പറയുന്ന സ്വഹാബിമാർ 21 പേരാണ് ഉണ്ടായിരുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ എന്താണ് ഈ ഇൽമ് എന്ന് പറയുന്നത്? നമ്മൾ മനസ്സിലാക്കുന്നതിനും ഒരുപാട് അപ്പുറത്തുള്ള ഒരു കാര്യമാണത്. അത്തരം ആലിമീങ്ങൾ ഒരുപക്ഷെ ഈ ഉമ്മത്തിൽ ഇല്ലെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ആലിമീങ്ങൾ ഉണ്ട്, പക്ഷെ അവരെ പോലെ ഇമാം മാലിക് എന്നവർ പറയുന്നുണ്ട് മുഅത്തയിൽ. ഇമാം മാലിക് എന്നവർ തന്നെ പറയുന്നത് സ്വഹാബിമാർ ആ കാലഘട്ടം കഴിഞ്ഞ് ഈ കാലഘട്ടത്തിൽ ആലിമീങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഹും മനിജ്തമഅത് ഫീഹിം സലാസു ഖിസാലിൻ, 3 ഗുണങ്ങളുള്ള ആളുകളെയാണ് പണ്ഡിതന്മാർ എന്ന് വിളിക്കേണ്ടത്. അതിലൊന്ന് അൽ ഇൽം, മറ്റൊന്ന് വൽ അദാല, ജീവിത വിശുദ്ധിയാണ്. മൂന്നാമത്തേത് വജസാലത്തുർ റഅയ്, നല്ലവണ്ണം ആലോചിച്ച് യുക്തിഭദ്രമായി കാര്യങ്ങളെ അവലോകനം ചെയ്യാനും പഠിക്കാനും ചിന്തിച്ചെടുക്കാനുമുള്ള കഴിവ്. ജസാലത്തുർ റഅയ്, അദാലത്ത് എന്ന് പറയുന്നത് സത്യത്തിൽ സൂക്ഷ്മതയാണ്, വറഅ, ജീവിത വിശുദ്ധിയാണ്. പിന്നെ ഇൽമ് മാത്രം പോരാ. ഉലമാ എന്ന് പറയുന്ന അഹ്ലുൽ ഹില്ല് വൽ അഖ്ദ് എന്ന് പറയുന്ന അഹ്ലുൽ ഹില്ല് വൽ അഖ്ദ് എന്ന് പറയുന്നത് ഈ 3 ഗുണമുള്ള ആളുകളാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. അവരിൽ ജസാലത്തുർ റഅയ് വേണം, അദാലത്ത് വേണം, ഇൽമ് വേണം. എന്നിട്ട് മഹാനവർ പറഞ്ഞു വഖല്ല മൻ തജ്തമിഉ ഫീഹിം ഹാദിഹി സിഫാത്ത്. ഈ ഗുണങ്ങളൊക്കെ കിട്ടുന്ന ആൾക്കാർ ഇപ്പോൾ വളരെ കുറവാണ്. അതിനെ സംബന്ധിച്ച് അല്ലാമത്തുൽ ബുനാനി തങ്ങൾ പറഞ്ഞു, ഇമാം മാലിക് എന്നവരുടെ കാലം, അന്ന് ഈ അഹ്ലുൽ ഹില്ല് വൽ അഖ്ദ് എന്ന് പറയുന്ന കാരണവന്മാരും ഉലമാക്കളും, നമ്മൾ ഉലമാ ഉമറ എന്ന് പറയില്ലേ, അതിന്റെ ഏറ്റവും മഹിതമായ ഒരു 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 ഇബാറത്താണ് സത്യത്തിൽ അഹ്ലുൽ ഹില്ല് വൽ അഖ്ദ്. അവരന്നത്ര കുറവാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ താബിഈ താബിഈങ്ങളുടെ കാലം കഴിയുമ്പോഴേക്കും പിന്നെ അവരൊക്കെ ഉണ്ടോ എന്ന് സംശയിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ അല്ലാമത്തുൽ ബുനാനി തങ്ങൾ സുർഖാനിക്ക് ഹാഷിയ എഴുതിയപ്പോ മഹാനവറുകൾ പറയാ, ഇമാം മാലിക് എന്നവരുടെ കാലം തന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്ത് പറയാനാണ്? അതുകൊണ്ട് ഇതൊരു ഗൗരവമുള്ള വിഷയമാണ്. നമ്മളൊക്കെ മുതഅല്ലിമീങ്ങളാണ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇൽമിന്റെ അഹ്ലുകാരാണ്, ഇൽമിന്റെ ഖാദിമീങ്ങളാണ്, പഠിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, അറിവിന്റെ വഴിയിലേക്ക് പ്രവേശിച്ച സാലിക്കീങ്ങളാണ്. അങ്ങനെ നമുക്ക് നമ്മളെക്കുറിച്ച് പറയാം. മുതഅല്ലിമീങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ പാടുള്ളൂ എന്നാണ്. കാരണം പാണ്ഡിത്യം എന്നത് സ്വഹാബികളിൽ 21 പേർക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ, ഇത് ഹദീസ് പണ്ഡിതന്മാരാ പറയുന്നത്. ഇമാം നസാഇ തങ്ങൾ പറഞ്ഞത് 18 പേരാണെന്നാണ്. അപ്പോ അത്രയും ഗൗരവമുള്ള ഒരു വലിയൊരു അമാനത്താണ് ഇൽമ് എന്ന് പറയുന്നത്. യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ. അല്ലാഹു തആല 2 വഹ്യുകളിലൂടെയാണ് മനുഷ്യർക്ക് സംവേദനം നൽകുന്നത്. ഒന്ന് വഹ്യും മിനദ് ദാഖിൽ, മറ്റൊന്ന് ആ വഹ്യും മിനദ് ദാഖിലിനെയാണ് അഖ്ല് എന്ന് പറയുന്നത്. മറ്റൊന്ന് വഹ്യാണ്, ആ വഹ്യിനെയാണ് അഖ്ലുൻ മിനൽ ഖാരിജ് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വഹ്യ് അത് മനുഷ്യന്റെ ബുദ്ധിയാണ്. നമുക്ക് മീതെ, നമുക്ക് പുറത്ത് കിടക്കുന്ന ബുദ്ധി, അതാണ് വഹ്യ്. രണ്ടും അഖലുകളാണ്. മുതഅല്ലിമീങ്ങൾക്ക് ഇത് മനസ്സിലാവും. അൽ അഖ്ലു വഹ്യും മിനദ് ദാഖിൽ വൽ വഹ്യു അഖ്ലുൻ മിനൽ ഖാരിജ്. ഈ 2 അഖലുകളും ഈ 2 വഹ്യുകളും ദാഖിലും ഖാരിജിലും കിടക്കുന്ന, മനുഷ്യന്റെ ഉള്ളിലും മനുഷ്യന് പുറത്തും കിടക്കുന്ന ദിവ്യബോധനങ്ങളാണ് ഇൽമിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. വലൗ അന്ന അഹ്ലൽ ഇൽമി صانوه صانهم ولو علموه في النفوس لعظما ولكن أذلوه جهارا وجهموا محياه بالأطماع حتى تجهما. അല്ലാഹുവിന്റെ അസ്തിത്വം പടച്ചു തമ്പുരാൻ ആരാണ്? മനുഷ്യന്റെ ആഖിറത്തിലേക്കുള്ള യാത്രയുടെ അന്ത്യം എങ്ങനെയായിരിക്കും? ഈ 2 വിഷയങ്ങളെക്കുറിച്ചാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത്.
മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുഹൂർത്തം ഏതാണ്? ഏറ്റവും വലിയ മുഹൂർത്തം എന്താ? നമ്മുടെ തഖറുജിന്റെ ഈ കോൺവക്കേഷന്റെ മുഹൂർത്തമാണോ? നമുക്ക് സനത് കിട്ടുന്ന സമയം അങ്ങനെ തോന്നാം അല്ലേ? ഏറ്റവും നല്ല മുഹൂർത്തം ഒരു മനുഷ്യന്റെ വിവാഹം നടക്കുന്ന നിക്കാഹിന്റെ ചടങ്ങായിരിക്കാം. ഏറ്റവും നല്ല മുഹൂർത്തം ഒരു മനുഷ്യൻ ആദ്യം ഒരു ബിസിനസ് തുടങ്ങുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയമാകാം, അഡ്മിഷൻ കിട്ടുന്നതാകാം, പഠിച്ചു വരുന്ന പലതുമാകാം. മുഹൂർത്തങ്ങളിൽ ഏറ്റവും വലിയ മുഹൂർത്തം ഏതാണെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة وقت نزول الملائكة. അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മുടെ തലപ്പുറത്ത് വന്നിരിക്കുന്നൊരു നേരമുണ്ട്. ആ മുഹൂർത്തത്തെയാണ് നമ്മൾ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മുഹൂർത്തമായി കാണേണ്ടത്. അവിടേക്കുള്ള ഓട്ടപ്പാച്ചിലാണ് നമ്മൾ. ആ മുഹൂർത്തത്തിൽ അയ്യുൽ ഖൗലി യുഖാലു ലി, മലക്കുകൾ സ്വർഗത്തിലേക്ക് വാ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന എന്നാണോ എന്നോട് പറയുന്നത്? യാ അയ്യതുഹൻ നഫ്സുൽ ഖബീഹ, ഇതാണോ എന്നോട് പറയുന്നത് എന്ന് പേടിക്കേണ്ട ഒരു നേരം അതാണ്. ഈ ലോകത്തോട് യാത്ര പറയുന്ന മലക്കുകളുടെ നുസൂൽ, മാലാഖമാർ അവതരിക്കുന്ന ഒരു നേരം അല്ലാഹു മനോഹരമായി പറഞ്ഞു തന്നു. ആ മുഹൂർത്തത്തിലേക്കുള്ള ഓട്ടത്തിലാണ് നമ്മളൊക്കെ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا ഫസ്തഖിം കമാ ഉമിർത്. തങ്ങളോടുള്ള ആഹ്വാനം അതാ, നബിയേ അല്ലാഹു പറഞ്ഞതുപോലെ അങ്ങ് നേർവഴിയിൽ നിൽക്കണമേ. ശയ്യബത്നി ഹൂദുൻ വ അഖവാതുഹാ എന്ന് നബി തങ്ങൾ പറയുമ്പോൾ ഈ ആയത്ത് ഈ അഖവാത്തുകളായ സൂറത്തിൽ കിടക്കുകയാണ്. ഫസ്തഖിം കമാ ഉമിർത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ലോകത്ത് ചർച്ചാ വിഷയങ്ങളിൽ ഏറ്റവും വലിയ വിഷയം അല്ലാഹുവിൻ്റെ വിഷയമാണ്. മനുഷ്യ ജീവിതം അത് എത്ര വില പിടിച്ചതാണ്, എത്രയധികം തിരക്കുകൾക്കിടയിലൂടെയാണ് നമ്മൾ ഓടുന്നതെങ്കിലും മനുഷ്യ ജീവിതത്തിൻ്റെ മുഹൂർത്തങ്ങളിൽ അതിസങ്കീർണവും അത്യധികം മൂല്യമുള്ളതുമായ മുഹൂർത്തം എന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് യാത്ര തിരിക്കുന്ന, ഈ ലോകത്തോട് യാത്ര ചോദിക്കുകയും പരലോകത്തേക്ക് മുഖം തിരിച്ച് പരലോക യാത്രയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന നേരം. ആ നേരത്തിനിടയിൽ നമ്മൾ ചെയ്തു കൂട്ടുന്നതൊക്കെ ആ സമയത്തേക്കുള്ള വഴിമരുന്നുകൾ മാത്രമാണ്, പാഥേയം മാത്രമാണ്, വേറൊന്നുമില്ല. അവിടെ ജയിക്കുന്നവൻ ജയിച്ചു, ആ മുഹൂർത്തത്തിൽ രക്ഷപ്പെടുന്നവൻ രക്ഷപ്പെട്ടു, അല്ലാത്തവർ ഖാബ വഖസിർ. അല്ലാഹു നമുക്ക് ആ നേരത്തെ വിജയം നൽകട്ടെ. വലൗ അന്ന അഹ്ലൽ ഇൽമി സാനൂഹു സാനഹും വലൗ അല്ലമൂഹു ഫിൻ നുഫൂസി ലഅല്ലമാ
വലാകിൻ അദല്ലൂഹു ജിഹാറൻ വജഹമു മുഹയ്യാഹു ബിൽ അത്മാഇ ഹത്താ തജഹമാ. ഒരു ആലിമിന്, ഒരു പണ്ഡിതന്, ഒരു മുതഅല്ലിമിന് ആ തൻ്റെ നെഞ്ചിനകത്ത് കൊണ്ടു നടക്കുന്ന ഇൽമുമായൊരു ബഹുമാനമുണ്ടായിരുന്നുവെങ്കിൽ ആ ഇൽമ് ആ വ്യക്തികളെ ആദരിക്കുമായിരുന്നു. അവനവൻ്റെ നെഞ്ചിനുള്ളിൽ കിടക്കുന്ന ഇൽമ്, മനസ്സിൽ കിടക്കുന്ന ഇൽമ്, അഖലിൽ കിടക്കുന്ന ഇൽമ്, ആ ഇൽമിനെ സംരക്ഷിക്കണമെന്ന് അതിൻ്റെ അഹ്ലുകാർക്ക് ഒരു ബോധമുണ്ടായിരുന്നുവെങ്കിൽ ഇൽമ് ആലിമീങ്ങളെ സംരക്ഷിക്കുമായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? വലാകിൻ അദല്ലൂഹു ജിഹാറൻ വജഹമു മുഹയ്യാഹു ബിൽ അത്മാഇ ഹത്താ തജഹമാ. പടച്ചതമ്പുരാന്റെ കിതാബിൻ്റെയും ഹബീബിൻ്റെ സുന്നത്തിൻ്റെയും അവിടുത്തെ താബിഉകളായി കടന്നു വന്ന അഥറുകളുടെയും ഇൽമിൻ്റെ പ്രകാശത്തിൻ്റെ കാവലാളുകളാകേണ്ട ആളുകൾ വലാകിൻ അദല്ലൂഹു ജിഹാറൻ വജഹമു മുഹയ്യാഹു ബിൽ അത്മാഇ ഹത്താ തജഹമാ. ഭൗതിക ലോകത്ത് എവിടെയാണ് എനിക്ക് അധികാരം കിട്ടുന്നത്, എവിടെയാണ് എനിക്ക് സ്വാധീനം കിട്ടുന്നത്, ആരാണ് എന്നെ പരിഗണിക്കുന്നത്, ആരാണ് എനിക്ക് ഉത്തരം നൽകുന്നത്, ആരുടെ കൂടെ നടന്നാലാണ് എനിക്ക് ഭൗതിക നേട്ടമുണ്ടാകുന്നത് എന്നിടത്തേക്ക് ഒരു ആലിം, പണ്ഡിതന്മാർ നോക്കുകയാണെങ്കിൽ തജഹമാ, ആ ഇൽമിൻ്റെ എല്ലാ പവിത്രതയും അവിടെ തച്ചുടക്കപ്പെടുകയാണ് ഉണ്ടാകുന്നത് എന്ന് എത്ര മനോഹരമായ വാക്ക്! മഹാനായ ഷരീഫുൽ ജുർജാനി തങ്ങൾ പാടിയ അദ്ദേഹത്തിൻ്റെ കവിതയാണിത്. ഇൽമെന്ന് പറയുന്നത് അത് അല്ലാഹു നൽകുന്ന നിധിയാണ്. ആ നിധിയെ ഭൗതികതയുടെ, സമ്പത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ സുഖസൗകര്യങ്ങളുടെ, അത് ആ സുഖസൗകര്യങ്ങളുടെ കാരണമാക്കി മാറ്റാതെ ഇൽമിനെ ഇൽമായി നമ്മൾ സംരക്ഷിച്ചു കൊണ്ട് നടന്നിരുന്നുവെങ്കിൽ അള്ളമാ, ഇൽമ് ആലിമീങ്ങളെ തന്നെ ബഹുമാനിക്കുമായിരുന്നു. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് ആലിമീങ്ങളുടെ മഹത്വം ഇങ്ങനെ പഠിപ്പിച്ചത്. ഫളുൽ ആലിമി അലൽ ആബിദി, അറിവില്ലാതെ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനേക്കാളും അറിവുണ്ടായിട്ട് കുറഞ്ഞ ഇബാദത്തുള്ളൂ. എന്നാൽ പോലും ആ മനുഷ്യൻ്റെ ഇൽമു കൊണ്ട് അയാൾ രക്ഷപ്പെടുമെന്നും സൂര്യന് അല്ലെങ്കിൽ ചന്ദ്രഗോളത്തിന് മറ്റു നക്ഷത്രങ്ങളെക്കാൾ എത്രയാണ് സ്ഥാനമുള്ളത് എന്നതുപോലെ സാധാരണക്കാരായ എത്രയോ സുന്നത്ത് നോമ്പും സുന്നത്ത് നിസ്കാരവും ചെയ്യുന്ന ആളുകളെക്കാളൊക്കെ ഒരുപാട് മഹത്വം സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്ന അമലുകൾ കുറഞ്ഞാൽ പോലും ഇൽമുള്ള ആലിമീങ്ങൾക്ക് അല്ലാഹു നൽകുന്നുവെന്ന് ഈ ദീൻ പഠിപ്പിക്കാൻ കാരണം അതാണ്. ഹൃദയത്തിനുള്ളിൽ കിടക്കുന്ന ഇൽമിൻ്റെ മഹത്വമാണത്. അതിനെ കളങ്കപ്പെടുത്തിക്കൂടാ. ഗസാലിമാൻ പറയാ, ഒരു ആലിമിന് തോന്നുകയാണ്, ഞാൻ ആ പഠിക്കാൻ പോകുന്ന കാലം, കണ്ണിയത്തുസ്താദ് കോളേജിലൊക്കെ പഠിക്കാൻ പോയ കാലം, ഞാൻ വല്ല BScയോ MScയോ ACC ഒക്കെ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പ്രൊഫഷണലായി മാറാമായിരുന്നല്ലോ, എനിക്കൊരു ബിസിനസ് തുടങ്ങാമായിരുന്നല്ലോ. എന്തിനെ ഞാൻ എൻ്റെ കാലം ഇങ്ങനെ ജഞ്ചാനും അജ്നാസൊക്കെ ഓതിയിട്ട്, എന്തിനാ അൽഫിയൊക്കെ കാണാപ്പാടാക്കിയിട്ട് എന്തിനാണ് എൻ്റെ കാലഘട്ടം കഴിച്ചുകൂട്ടിയത് എന്നൊരു മനുഷ്യന് തോന്നിയാൽ, ഒരു മുതഅല്ലിമിന് തോന്നിയാൽ, ഫഖദ് ഇസ്തഹ്ഖറ മാ അല്ലമല്ലാഹ്, അല്ലാഹു ബഹുമാനിച്ച വലിയൊരു കാര്യത്തെ നിങ്ങൾ നിസ്സാരമായി കണ്ടു എന്നാണ് ഇതിനർത്ഥം. അതുകൊണ്ട് ഇൽമെന്ന് പറയുന്നത് നമ്മുടെ ഗായത്താണ്, അത് നമ്മുടെ ഗായത്താണ്. ആ ഗായത്തിലേക്ക് എങ്ങനെ എത്തണമെന്ന് പഠിപ്പിച്ചു തരുന്ന സ്ഥാപനമാണ് എല്ലാ മുതവ്വല് നൽകുന്ന കോളേജുകളും. എങ്ങനെ പഠിക്കുക, എങ്ങനെ ഗായത്തിലേക്ക് നീങ്ങാം. ഗായത്തെ എത്തിയെന്ന് പറയാൻ പറ്റില്ല, ഗായത്തിലേക്ക് നീങ്ങൽ എങ്ങനെ എന്ന് പഠിപ്പിച്ചു തരിക ചെയ്യുക. പിന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്, പിന്നെയാണ് അറിവിൻ്റെ ലോകത്തേക്ക് പോകേണ്ടത്. എന്തിനാണ് അറിവെന്നറിയോ? മനുഷ്യരോട് കരുണ കാണിക്കാൻ. എന്തിനാ ഇൽമ്? മനുഷ്യരോട് കരുണ കാണിക്കുക. എന്താണത്? എങ്ങനെ ഇൽമ കൊണ്ട് മനുഷ്യരോട് കരുണ കാണിക്കുക? കണ്ണ് കാണാത്തൊരു മനുഷ്യൻ ഒരു പൊട്ടക്കിണറ്റിലേക്ക് അറിയാതെ വീഴാൻ പോകുമ്പോഴേ രണ്ട് കണ്ണും കാണുന്നൊരു മനുഷ്യൻ ഓടിച്ചെന്ന് അയാളുടെ കൈപിടിക്കൂലേ എന്നതുപോലെ അള്ളാഹുവിൻ്റെ ഈ വെളിച്ചം എത്തിയിട്ടില്ലാത്ത കണ്ണുകളിലേക്ക് ദീനിൻ്റെ വെളിച്ചം എത്തിക്കലാണ് ദീനിൻ്റെ ഖാദിമിൻ്റെ ദൗത്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
أفمن شرح الله صدره للإسلام فهو على نور من ربه فويل للقاسية قلوبهم من ذكر الله أولئك في ضلال مبين. യുക്തിവാദികൾക്ക് യുക്തിഭദ്രമായ മറുപടികൾ, അജ്ഞാനികൾക്ക് ജ്ഞാനത്തിൻ്റെ അറിവുകളുടെ മണിമുത്തുകൾ, അന്ധതയിൽ നടന്നു പോകുന്ന ആളുകൾക്ക് വെളിച്ചത്തിൻ്റെ പ്രഭാവലയം സൃഷ്ടിച്ചു കൊടുക്കുന്നത്, ഇതൊക്കെ ചെയ്യുന്നത് ആരാ? ചെയ്യേണ്ടത് ആരാ? ആലിമീങ്ങളാണ്, ദീനിൻ്റെ ഖാദിമീങ്ങളാണ്, ദീനിൻ്റെ മുതഅല്ലിമീങ്ങളാണ്. ആ ദൗത്യ നിർവഹണമാണ് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മനുഷ്യരോട്, മുഅ്മിനീങ്ങളോട് പ്രത്യേകിച്ച് കാരുണ്യമുള്ള, ഹൃദയത്തിനുള്ളിൽ ദയാവായ്പുള്ള, നിങ്ങൾക്ക് നന്മ വരണം, നിങ്ങൾക്ക് അറിവുണ്ടാകണം, നിങ്ങൾക്ക് ഹിദായത്തുണ്ടാകണം, നിങ്ങൾക്ക് വെളിച്ചം കിട്ടണം എന്ന് നിങ്ങളെക്കാൾ നിങ്ങളുടെ വിഷയത്തിൽ ആഗ്രഹമുള്ളവരാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് നിങ്ങളെക്കാളും തങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സുബ്ഹാനല്ലാഹ്, തങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിനേക്കാളും നിങ്ങളുടെ നഫ്സിനെ നിങ്ങളെക്കാൾ ഇഷ്ടപ്പെട്ടവരാണ് റസൂലുള്ളാഹി തങ്ങൾ. നിങ്ങൾക്ക് നന്മ വരണം. നിങ്ങൾ ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. അവർ വഴിതെറ്റിയവരാണ്, ഹൃദയം ശൂന്യമായവർ, അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ ചൊല്ലാൻ സൗഭാഗ്യമില്ലാത്തവർ, പടച്ചവൻ ആരാണെന്ന് പോലും മനസ്സിലായിട്ടില്ലാത്തവർ. ഒരു സുബ്ഹാനല്ലാഹ് പറയണമെങ്കിൽ ആരാണ് അള്ളാഹു എന്നറിയണ്ടേ? മുനസ്സഹുൻ അനിസ് സിഫാത്തിർ റദീലത്തി കുല്ലിഹാ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ പരിപൂർണതകളുടെയും സിഫാത്തുകളുള്ളവനാണ്. അതോടൊപ്പം ഒരു ന്യൂനതയുടെയും സിഫാത്തുകൾ അള്ളാഹുവിനില്ല. അതാണ് സുബ്ഹാനല്ലാഹ്. വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. കൻസും മിൻ കുനൂസിൽ ജന്നഹ്. സ്വർഗത്തിൻ്റെ നിധികളിൽപ്പെട്ട നിധിയാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഒരു ദിക്റാണത്. സുബ്ഹാനല്ലാഹ്. മനുഷ്യൻ അത്ഭുതപ്പെടുന്ന എന്തൊക്കെയുണ്ട് ഈ ലോകത്ത്, കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകുന്നത് എല്ലാം അത്ഭുതമാണ്. ഫീ കുല്ലി ശൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു. അല്ലാഹു ഏകനാണ്, അത് ഒരുത്തനാണ്. കുറേ പടച്ചവന്മാര് പാടില്ല. ഒരു രാജ്യത്തിന് ഒരു പ്രസിഡന്റ്, ഒരു കിങ്, ഒരു നേതാവ് എന്ന് പറയുന്ന പോലെ എല്ലാ പടപ്പുകളുടെയും ഉടമസ്ഥനായ ഒരു സൃഷ്ടാവ്. ഇതറിയിക്കുന്നതാണ് ഓരോ മണൽത്തരിയും, ഇതറിയിക്കുന്നതാണ് ഓരോ മരവും, ഓരോ ചെടിയും. നമ്മൾ ചവിട്ടി നടക്കുന്ന കല്ലുകൾ പോലും അല്ലാഹുവിൻ്റെ അസ്തിത്വം വിളിച്ചു പറയുകയാണ്. വഫീ കുല്ലി ശൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു. അതുകൊണ്ടാണ് പുണ്യനബി തങ്ങൾ മനുഷ്യർക്ക് ഇത്രമേൽ നന്മ ചൊരിഞ്ഞു കൊടുത്തത്. അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ നബുവത്തിൻ്റെ ആദ്യകാലം 13 വർഷം, പ്രവാചകത്വം കിട്ടിയ 13 വർഷം സ്വഹാബിമാരെ പഠിപ്പിച്ചത് നിസ്കാരമോ നോമ്പോ സക്കാത്തോ ആണോ? അല്ല. ആദ്യത്തെ 13 വർഷം പുണ്യനബി തങ്ങൾ പഠിപ്പിച്ചത് മൻ ഹുവല്ലാഹ്, ആരാണ് അല്ലാഹു, ആരാണ് മലക്കുകള്, എന്താണ് ഖിയാമത്ത് നാള്, ആരാണ് അമ്പിയാക്കന്മാർ, എന്താണ് ആഖിറം, എന്താണ് സ്വർഗം നരകം, ഈമാൻ കാര്യങ്ങളാ. ആദ്യത്തെ 13 കൊല്ലം പുണ്യനബി തങ്ങൾ പഠിപ്പിച്ചത്. ആദ്യത്തെ 13 കൊല്ലത്തെ വഅദ്, ഹബീബിന്റെ ദർസ്, ഹബീബിന്റെ ഉത്ബോധനം ഈമാൻ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇസ്ലാം കാര്യം തുടങ്ങിയത്. ഷഹാദത്ത് ആദ്യം തുടങ്ങി. ഇസ്ലാം കാര്യങ്ങളിൽ ഇബാദത്തിന്റെ ഭാഗമായി വരുന്ന നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും വരുന്നത് ഈമാൻ കാര്യം 13 കൊല്ലം പഠിപ്പിച്ചതിന് ശേഷമാണ്. സുബ്ഹാനല്ലാഹ്. അറിവുകളിൽ ഏറ്റവും വലിയ അറിവ് അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അതുകൊണ്ടാണ് പുണ്യ നബി തങ്ങൾ പറയാറുള്ളത്,
ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു ളന്നഹു ബില്ലാഹി തആല. മരണസമയത്ത് പോലും ഓർക്കേണ്ടത് അല്ലാഹുവിനെ കുറിച്ചാണെന്ന്. അതല്ലേ ആ പറയുന്നതിൻ്റെ അർത്ഥം? നിങ്ങൾ മരിക്കുമ്പോൾ ഓർക്കേണ്ടത് അല്ലാഹുവിനെ കുറിച്ച്. ലാ യമൂതന്ന അഹദുകും, നിങ്ങൾക്ക് മരണം വരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇല്ലാ വഹുവ യുഹ്സിനു ളന്നഹു ബില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് നല്ലതേ നിങ്ങൾ വിചാരിക്കാവൂ. അല്ലാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ചുകൊണ്ടേ മരണപ്പെടാവൂ. മരണത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ, ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ നമുക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, മരണം അരികത്തെത്തി എന്ന് തോന്നാൻ തുടങ്ങുമ്പോൾ നിർബന്ധമായും നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് നല്ലതേ ചിന്തിക്കാവൂ. എൻ്റെ റബ്ബെന്നെ രക്ഷപ്പെടുത്തും, എൻ്റെ റബ്ബെനിക്കും മാപ്പ് തരും, എൻ്റെ അല്ലാഹു എൻ്റെ തൗബ സ്വീകരിച്ചിരിക്കും, എൻ്റെ റബ്ബൻ്റെ ദുആ സ്വീകരിച്ചിരിക്കും, എൻ്റെ റബ്ബ് അവൻ്റെ റഹ്മത്തിൻ്റെ കരങ്ങളാൽ എന്നെ സ്വീകരിക്കും എന്ന് മാത്രമേ നിങ്ങൾ വിചാരിക്കാവൂ. എന്നെ റബ്ബ് ശിക്ഷിക്കുമോ, ഞാൻ നരകത്തിലേക്കാണോ, എൻ്റെ ഖബർ അദാബായിരിക്കുമോ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ഇലാ റൗഹിം വറൈഹാൻ വറബ്ബിൻ ഗൈരി ഗദ്ബാൻ, കടന്നു വന്നോളൂ ശാന്തി പൂണ്ട് കിടക്കുന്ന ആത്മാവേ. ഉഖ്റുജി അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇലാ റൗഹിം വറൈഹാൻ വറബ്ബിൻ ഗൈരി ഗദ്ബാൻ. ഇത് പറയുന്ന മലക്കുകളുടെ ആ ഒരു നേരം ആലോചിച്ചു നോക്കൂ. അതാണല്ലോ മുഹൂർത്തങ്ങളിൽ ഏറ്റവും വലിയ മുഹൂർത്തം. മനുഷ്യ ജീവിതത്തിൻ്റെ നിർണായകമായ സമയം അതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് ഇങ്ങ് കടന്നു വന്നോളൂ. ഒരിക്കലും നിങ്ങളോട് കോപിക്കാത്ത കാരുണ്യവാന്റെ അരികത്തേക്ക് പോരുന്നുണ്ടോ? ഇത് ചോദിച്ചുകൊണ്ടാണ് മലക്കുകൾ മുഅ്മിനീങ്ങളുടെ റൂഹിനെ പിടിക്കുന്നത് അത്രേ. സുബ്ഹാനല്ലാഹ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ ആലിമാണ്, ആലിമീങ്ങളുടെ നേതാവാണ്. അല്ലമഹു ശദീദുൽ ഖുവാ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇൽമുകളിൽ വെച്ച് ഏറ്റവും വലിയ ഇൽമ് ഏതാണ്? ഇസ്ലാമിൻ്റെ ഇൽമുകളിൽ ഏറ്റവും വലിയ ഇൽമ് ഏതാണ്? ദീനിൻ്റെ അറിവുകളിൽ വെച്ച് ഏറ്റവും വലിയ അറിവ് അദ്ദീനു അന്നസീഹ. ദീൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഗുണം വേണം എന്ന് ആഗ്രഹിക്കലാണ്. ഇൽമിൻ്റെ അറിവുകളിൽ, ദീനിൻ്റെ അറിവുകളിൽ വെച്ച് ഏറ്റവും വലിയ അറിവ് അതാണത്രേ. അദ്ദീനു അന്നസീഹ. ഇസ്ലാം എന്ന് പറയുന്നത് നസ്വീഹയാണ്. നസ്വീഹ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും വേള പറയലാണ്. അല്ല. നസ്വീഹത്ത് എന്ന് പറഞ്ഞാൽ ഉറുദു പറയലാണോ? അതിനങ്ങനെ അർത്ഥമുണ്ട്. പക്ഷേ ഹദീസിൽ പറഞ്ഞ ഈ നസ്വീഹത്ത് എന്താണ്? എല്ലാവർക്കും നന്മ വരണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാം. ഓല് തോൽക്കട്ടെ, ഓല് പരാജയപ്പെടട്ടെ, ഓല് നാണം കെടട്ടെ, ഇതൊരു മുഅ്മിന് ചിന്തിക്കാൻ പാടില്ല. അദ്ദീനു അന്നസീഹ. പാപികളായ ആളുകളെക്കുറിച്ച് പോലും അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അവർ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിക്കലാണ് ദീൻ. അതാണ് മഅറൂഫുൽ ഖർഖി തങ്ങളുടെ ചരിത്രം നമ്മൾ ഓർക്കാറുള്ളത്. വഹൽ യുറാദു മിനൽ ഇൽമി ഇല്ലാ മാ വസല ഇലൈഹി മഅറൂഫ്. അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹിയോട് ചില ശിഷ്യന്മാർ ഇമാം അവറുകളെ നമ്മൾ പറയില്ലേ ഇങ്ങോട്ട് പൊക്കി പറയാന്ന്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ഇമാം ഷാഫിഈ തങ്ങളുടെ ശിഷ്യനാണ്. സാഹിബുൽ മുസ്നദ് 40,000 ഹദീസുകൾ സമാഹരിച്ച വലിയൊരു കിതാബിൻ്റെ ഹദീസിൻ്റെ ജാമിഅ. മഹാനവറുകളോട് ശിഷ്യന്മാർ പറഞ്ഞു, അന്ന് ജീവിച്ചിരിപ്പുള്ള മഹാനാണ് മഅറൂഫുൽ ഖർഖി തങ്ങൾ. ഇറാഖുകാരനാണ്, അള്ളാഹിൻ്റെ വലിയായിരുന്നു, സൂഫിയായിരുന്നു. മഅറൂഫുൽ ഖർഖി തങ്ങളുടെ പിന്നാലെ ഒരുപാട് ശിഷ്യന്മാർ, ഒരുപാട് ഔലിയാക്കന്മാർ, മുരീദന്മാർ മഅറൂഫ് തങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കും. അപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ ഒരു അസൂയ തോന്നൂല. എന്താ അപ്പോൾ അവിടെ കുറേ ആൾക്ക്, ആ ദർസിൽ കുറേ കുട്ടികൾ പോകുന്നുണ്ട്, എൻ്റെ അടുത്ത് അത്ര വരുന്നില്ലല്ലോ. അപ്പോൾ അത് മനുഷ്യ സഹജമായൊരു ചില തോന്നലുകൾ വരാം. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾക്ക് തോന്നിയെന്നല്ലേ ഞാൻ പറയുന്നത്. ചില ശിഷ്യന്മാർ പറഞ്ഞു, ഇമാം അവറുകളെ മഅറൂഫുൽ ഖർഖി തങ്ങളുടെ കൂടെ കുറേ ആളുകൾ ഇങ്ങനെ കൂടി നടക്കുന്നത് കണ്ടില്ലേ?
നിങ്ങളെപ്പോലുള്ള അറിവൊക്കെ അത്ര വലിയ ഇൽമുൽ ഹദീസൊന്നും അദ്ദേഹം മുഹദ്ദിസ് അല്ലല്ലോ, ഹാഫിദ് അല്ലല്ലോ. ഹാഫിദുൽ ഹദീസ്, ഖുർആന്റെ ഹാഫിദോ, ഖുർആന്റെ ഹാഫിദീങ്ങളാണെന്ന എല്ലാ മുൻഗാമികളായ ആലിമീങ്ങളും ഖുർആന്റെ ഹാഫിദീങ്ങളാണ്. ഹാഫിദ് അല്ലാത്തൊരു ആലിമിനെ നമ്മുടെ മുൻകാല സലഫ് സ്വാലിഹീങ്ങളിൽ ചിന്തിക്കാൻ കഴിയില്ല. ഒരു ആലിമാണോ ബൈ ഡിഫോൾട്ട് അവർ ഹാഫിദീങ്ങളായിരിക്കും. ഹാഫിദ് അല്ലാത്തൊരു ആലിം ഉണ്ടാവില്ല. അപ്പോൾ മുഹദ്ദിസൊന്നും അല്ലല്ലോ, പിന്നെ എന്താ കുറേ ആളുകൾ നിങ്ങളുടെ അടുത്ത് വരുന്നതിനേക്കാളും ആളുകളൊക്കെ മഅറൂഫുൽ ഖർഹിയുടെ പിന്നാലെ നടക്കുന്നുണ്ടല്ലോ എന്നാണ് ഉസ്താദിനൊന്ന് പൊക്കിയതാ. മഹാനവറുകൾ ഉയർന്നെഴുന്നേറ്റു. ആ പൊക്കല് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞു. അഹ്മദ് ബിൻ ഹംബൽ എന്നവർ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? എൻ്റെ ശിഷ്യന്മാരെ, മഅറൂഫ് തങ്ങളെക്കാളും ഞാൻ വലിയ ആളാണെന്ന് എന്നെ പൊക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ മൂപ്പിച്ച് കയറ്റാണല്ലേ. നിങ്ങൾക്കറിയുമോ, വഹൽ യുറാദു മിനൽ ഇൽമി ഇല്ലാ മാ വസല ഇലൈഹി മഅറൂഫ്. മഅറൂഫുൽ ഖർഹിയുടെ ജീവിതത്തിൽ കിട്ടിയ വിശുദ്ധി, ആ കറാമത്തുകൾ, ആ മഹാന്റെ മഹത്വം, അതല്ലേ ഇൽമു കൊണ്ട് കിട്ടേണ്ടത്. എനിക്ക് കിട്ടിയതിനേക്കാളും ഒരുപാട് കിട്ടിയ മഹാനല്ലേ അദ്ദേഹം. അദ്ദേഹം വലിയ മുദരിസൊന്നുമല്ല, ശരിയാണ്. ഹദീത്ത് പണ്ഡിതനാണോ? അതുമല്ല, ഒരുപാട് ഹദീത്തുകളൊന്നും പഠിപ്പിച്ചില്ല. പക്ഷേ അള്ളാന്റെ വലിയായിരുന്നു. ആ ഔലിയാക്കന്മാരെത്തിയ മഖാമിലേക്ക് എത്തലല്ലേ ഇൽമിന്റെ ലക്ഷ്യം. ഇൽമു കൊണ്ട് അതല്ലേ കിട്ടേണ്ടത്, അതല്ലേ മഅറൂഫുൽ ഖർഹി കിട്ടിയത്. ആ മഹാനും ഞാനും എവിടെ കിടക്കുന്നു? അദ്ദേഹമല്ലയോ എന്നെക്കാളും മുമ്പിൽ കിടക്കുന്നത് എന്ന് സ്വന്തം ശിഷ്യന്മാർക്ക് തിരുത്തി കൊടുത്തു അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ.